നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് മാർച്ച് 15 ശനി. മലയാള മനോരമ ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർപോൾ അറിയിച്ചതിനെ തുടർന്ന് വർക്കലയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേജ് ബസീക്കോ ലോകത്തെ 600 പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് സെർവർ ഹാക്ക് ചെയ്ത് പണം തട്ടിയ പ്രതി. യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ശുദ്ധജല വൈദ്യുതി വിതരണ കമ്പനികളെയാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം തട്ടിപ്പിനിരയാക്കിയത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പെരിയാർ ഹോസ്റ്റലിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡിൽ 2 കിലോ കഞ്ചാവുമായി പിടിക്കപ്പെട്ടത് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം 3 വിദ്യാർത്ഥികൾ. CPM സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിൽ പരസ്യമായി അതൃപ്തി വ്യക്തമാക്കിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയുണ്ടാകും. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷയ്ക്കിടെ നടത്തിയ അധ്യാപക സ്ഥലംമാറ്റത്തിലെ 7 വിഷയങ്ങളിലെ പട്ടിക കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണം. കോർപ്പറേഷൻ നീക്കിയത് 345 ടൺ മാലിന്യം. 3 ലക്ഷത്തോളം ചുടുകട്ടകളും ശേഖരിച്ചു. നേമം ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ മേഖലകളിൽ നടപ്പാക്കുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ് സാങ്കേതിക വിദ്യയുടെ സംയോജനത്തിന് തുടക്കം. കണ്ണമ്മൂല കോയിക്കൽ കണ്ടെത്തിയ കാട്ടുപന്നിക്കായി വനം വകുപ്പിന്റെ വ്യാപക തിരച്ചിൽ. 2 മാസത്തിനിടയിൽ KSEBയിൽ കൂട്ടവിരമിക്കൽ. മെയ് 31 വരെ 1522 ജീവനക്കാർ വിരമിക്കും. ഇതോടെ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത പ്രതിസന്ധി രൂക്ഷമാകും. ആറ്റുകാൽ പൊങ്കാല ഉത്സവം സമാപിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥ സമിതി 4000-ഓളം റേഷൻ കടകൾ അടച്ചുപൂട്ടാൻ നൽകിയ ശുപാർശയ്ക്കെതിരെ പ്രതിഷേധവുമായി റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ. വേതന വർധന ഉൾപ്പെടെ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന സമാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിരിക്കെ പ്രശ്നപരിഹാരത്തിന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച കാര്യമായ തീരുമാനങ്ങളില്ലാതെ പിരിഞ്ഞു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കേസ്. എല്ലാവരെയും നഷ്ടമായി. അഫാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പിതാവ്. അവസാനഘട്ട തെളിവെടുപ്പ്. കോടതി തീരുമാനം ഇന്ന്. കൊല്ലങ്കോട് മീനഭരണി തൂക്ക ഉത്സവം 23 മുതൽ. വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ അധ്യാപകൻ കുറ്റകൃത്യം ചെയ്തെന്ന് വിദ്യാർത്ഥിയിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ പരാതി ലഭിച്ചാൽ അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ കേസെടുക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തണം. വേണമെങ്കിൽ അധ്യാപകർ ഒരു ചൂരൽ കയ്യിൽ കരുതട്ടെ എന്ന് കോടതി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം 2ാം ഘട്ട അന്തിമ പട്ടികയായി. ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 399. അംഗീകാരമില്ലാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയാൻ നടപടി വേണം. കാനഡ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ചുമതലയേറ്റു. ലഹരിക്കടത്ത്. 2 ടാൻസാനിയ സ്വദേശികൾ കൂടി പിടിയിൽ. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം. 6 പേർ പട്ടികയിൽ. ബോളിവുഡ് സംവിധായകൻ ദേബ് മുഖർജി അന്തരിച്ചു. നെല്ലു സംഭരണം. ധനവകുപ്പ് 352.5 കോടി അനുവദിച്ചു. വിദ്യാഭ്യാസം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് LSS USS സ്കോളർഷിപ്പ് ഇനത്തിൽ 2017 മുതൽ സർക്കാർ നൽകാനുള്ള 5 കോടിയോളം രൂപ 2022-23 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനത്തുകയും കുടിശ്ശികയാണ്. കീം ഇന്നുകൂടി അപേക്ഷാ ഫീസ് അടയ്ക്കാം. അഗ്രികൾച്ചറൽ അഖിലേന്ത്യാ കോട്ട അപേക്ഷ 22 വരെ. കാഴ്ചപ്പാട് പേജ് നോക്കാം. ആഴത്തിൽ ചെല്ലുന്തോറും നീരുറവയുടെ വ്യാപ്തിയേറുന്നു. പഠനമേറും തോറും ജ്ഞാനവുമേറുന്നു. തിരുവള്ളുവരുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. ഹോ, എന്തൊരു കാലം! വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നു. ചിലയിടങ്ങളിൽ താപനില സാധാരണയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ മാസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി. ഭൂമിക്ക് തുല്യമായ ഒരു ഗ്രഹത്തിനായുള്ള അന്വേഷണം പുരാതന കാലം മുതലേ മനുഷ്യൻ തുടങ്ങിയിരുന്നു. സൂര്യന് സമാനമായ നക്ഷത്രങ്ങളോട് ചേർന്ന് വാസയോഗ്യമായ മേഖലയിൽ ഭൂമി പോലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിന് ജ്യോതിശാസ്ത്രത്തിൽ വളരെ നിർണായകമായ ചുവടുവയ്പ്പാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ തുകയിൽ കണ്ടെത്താനായത് വെറും 12% മാത്രം.
2021 മുതൽ 2025 ഫെബ്രുവരി 28 വരെ 38,22,550 കേസുകളിലായി 36,448.19 കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് കഴിഞ്ഞ 2 ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും ഈ പദ്ധതി തുടരുമെന്ന് സത്യവാങ്മൂലം നൽകി വീണ്ടും സർക്കാർ വായ്പയെടുക്കുന്നു. 2000 കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാരിന് സത്യവാങ്മൂലം നൽകി വായ്പയെടുക്കുന്നത്. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിവർഷം 6000 രൂപ നൽകുന്ന PM കിസാൻ പദ്ധതിയിൽ കർഷക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി നിർദ്ദേശിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിനുകാരെ ബന്ദികളാക്കിയ സംഭവത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. തീപിടിച്ച് സ്വർണ്ണവില, സംസ്ഥാനത്ത് പവന് 65,000 രൂപയ്ക്ക് മുകളിൽ. രാജ്യത്ത് ഇന്ധനവില മാറ്റമില്ലാതെ 1ാം വർഷത്തിലേക്ക്. ലയം നിർമ്മാണം മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാക്കണം, പ്ലാന്റേഷൻ ഉടമകളോട് മന്ത്രി. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിക്ക് മുംബൈ ആതിഥേയത്വം വഹിക്കും. മെയ് 1 മുതലാണ് 4 ദിവസം നീളുന്ന ഉച്ചകോടി. പാസ്പോർട്ട് വെരിഫിക്കേഷന് കൈക്കൂലി, സിവിൽ പോലീസ് ഓഫീസർ അറസ്റ്റിൽ. ഇൻഷുറൻസ് തുക തട്ടാൻ ശ്രമം, SI ഉൾപ്പെടെ 2 പേർക്കെതിരെ കേസ്. കായികം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച താരങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യൻ വെസ്റ്റ് ഇൻഡീസ് ഫൈനൽ. IPLൽ 9 ടീമുകളിലും ഇന്ത്യൻ ക്യാപ്റ്റന്മാർ. സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ കീപ്പിംഗ് അനുമതിയായില്ല. ഇന്നത്തെ ദിനപത്ര വായന ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.